Jangan
ശ്രദ്ധിക്കുക, പ്രയർ സോങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആരംഭിക്കുന്നതായിരിക്കും. അതിനുള്ള പാർട്ടിസിപ്പൻസ് ദയവായി സ്റ്റേജിൽ എത്തേണ്ടതാണ്. നമുക്ക് ഗ്യാപ്പില്ലാതെ തന്നെ പരിപാടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ലിസ്റ്റിൽ പേര് തന്നിട്ടുള്ള എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കുക. സ്റ്റേജിൽ സമീപം വരിക. പ്രയർ സോങ്ങിന് ശേഷം അടുത്ത പരിപാടി ആരംഭിക്കും. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കരകരയിലും കാൽവരിയിലും, കാലിത്തൊഴുത്തിലും കാനായിലും കരകരയിലും കാൽവരിയിലും, കാലോത്തിരിക്കും നാളിലത്തെ കാവച്ചേർക്കു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തിരമ്പുമ്പോൾ തോണി തുഴഞ്ഞു കയറുമ്പോൾ, തിരകളുയരുമ്പോൾ തിരമ്പുമ്പോൾ തോണി തുഴഞ്ഞു കയറുമ്പോൾ, മറ്റാരുമാരുമില്ലാ സ്നേഹന്മാരിലൊട്ടും ഞങ്ങൾ തുറക്കില്ല. വായിലൊട്ടും ഞങ്ങൾ തുറക്കില്ല. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. രാജാക്കന്മാർ
താങ്ക് യു അനീഷ്, താങ്ക് യു.
ഞങ്ങൾ നോർമലി ഇതിന് $3000 ചാർജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ന്യൂ ഇയർ ആയത് കാരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് ഫ്രീ ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും പറയും കലാകാരന്മാരുടെ ഹൃദയം വളരെ വലുതാണെന്ന്. അപ്പൊ ഈ ഒരു ആക്ഷൻ കൊണ്ട് തന്നെ ഞങ്ങൾ പ്രൂവ് ചെയ്തു ഈ കലാകാരന്മാരുടെ ഹൃദയം വളരെ വലുതാണെന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇവിടെ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ചുരിദാറൊക്കെ ഉടുത്ത് നല്ല സുന്ദരികളായ നല്ല ഹെയർ സ്റ്റൈലുള്ള ഒരുപാട് സുന്ദരികൾ ഇരിപ്പുണ്ട്. ഈ കൂട്ടത്തില് ഏറ്റവും വലിയ പൊട്ടുള്ള ആൾക്ക് ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. ഏറ്റവും വലിയ പൊട്ട് തൊട്ട കരുണീമണികളൊക്കെ സ്റ്റേജിലേക്ക് ദയവായിട്ട് കടന്നു വരിക. പൊട്ട് തൊട്ടിട്ടുള്ള ഒറ്റ എണ്ണം ഇട്ടിട്ടില്ല. ബാഗിൽ എന്തെങ്കിലും എടുത്തുണ്ടെങ്കിൽ ഒന്നും തൊട്ട് വെച്ചോ, പെട്ടെന്ന് വയ്ക്ക്. സമ്മാനം കിട്ടാണോ? വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഈ ഗാനം ശ്രമിക്കും. താങ്ക് യു.
Thank you, Tom Vidya. Thank you very much. Nandira Marindran on a classical Christian dance. What an awesome! എന്തുകൊണ്ടാണ് വാച്ച് ധരിക്കുന്നത്? ആണുങ്ങൾ വലത്തെ കൈയിൽ, പെണ്ണുങ്ങൾ ഇടത്തെ കയ്യിൽ എന്തുകൊണ്ടാണ് വാച്ച് ധരിക്കുന്നത്? സമയം നോക്കാൻ സമയം നോക്കാൻ എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രുതിമധുരമായ ഗാനം ഇവിടെ അവതരിപ്പിക്കുന്നു റെജി ബാബു, റാണി കുര്യൻ ആൻഡ് സിബി ഫെർണാണ്ടസ്. Listen and enjoy the music. Thank you. കുഞ്ഞുങ്ങളെ എല്ലാവരും ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞതിന് ഒരു റീസണുണ്ട്. കാരണം ഞങ്ങൾ പാടാൻ പോകുന്ന ഈ പാട്ടിന്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ സന്തോഷം വരും, ദുഃഖം വരും, അങ്ങ് ചിരിച്ചു കളഞ്ഞേക്ക് എന്നാണ്. അപ്പൊ ഏറ്റവും നല്ല ചിരി ആരുടെയാണ്? ഈ കുഞ്ഞുങ്ങളുടെ, അല്ലെങ്കിൽ മനസ്സിലെ കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് ഏറ്റവും നല്ല ചിരിയുള്ളത്. അതുകൊണ്ടാണ്
കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെ പോലെ ഹൃദയമുള്ളവർക്കും ഒക്കെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അത് സിംഗോസൊന്നുമല്ല, എന്നാലും ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ടിന് ഞങ്ങൾക്ക് വേണം. ഒരു കാര്യം ഷൗട്ട് ചെയ്യാമോ? Can you say tararam pam pam? Can you say that? Tararam pam pam. തരരം പം പം. ഇത് ചിരിയുടെ ഒരു സോങ് ആണ്. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പാടാൻ ശ്രമിക്കും. നിങ്ങൾ ചിരിക്കും, ചിലപ്പോൾ ഉറപ്പാണ്. ഇപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് തരരം പം പം. Once again, tararam pam pam. Thank you.
ഷീബ എന്ന് പറയണേ ചിരിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും ചിരിക്കണ്ടേ? നമ്മുടെ ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലേക്ക് വളരെയധികം റെഡി? അനശ്വരമായ പ്രണയഗാനം നമുക്ക് ആസ്വദിക്കാം.
മണിച്ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ മണിമാറത്താരം പെണ്ണിൻ വെയിൽ പിന്നാണേ താരം വന്നിന്നെ കണ്ടാരമ്പും വില്ലും വച്ചേനെ അതിലൂടെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം കുട്ടോറും ശീലുണ്ട് അണ്ണാളം കൂടുമ്പോ കൊണ്ടാടേ കൊണ്ടാടേ അല്ല കാണണ്ടേ Innu kay kalam alpa
ചുന്ദരിയേ മുത്താ മുന്തിരിയേ സടക്ക് വാവ ചുന്ദരിയേ മുത്താ മുന്തിരിയേ സടക്ക് വാവ ചുന്ദരിയേ മുത്താ മുന്തിരിയേ സടക്ക് വാവ ചുന്ദരിയേ മുത്താ മുന്തിരിയേ. Up to the magic word of Kohane, Mane, Rose, Shiva and Nimi.
I wish you all a very, very happy New Year to each and every one of you. In this context, I would like to thank each and every one of you who have shown magnanimous heart to each and every one, to me also. ഇവിടെ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നു നിങ്ങളുടെയൊക്കെ സന്തോഷം, നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സേവനമാണ്. ഇവിടെ 5 പേരാണ് മാജിക് അവതരിപ്പിച്ചത്. എന്താണ് മാജിക്? മാജിക് ഒരു കലയാണ്, ശാസ്ത്രമാണ്, ആർട്ട് ചെയ്യാവുന്ന ഒരു വിദ്യയാണ്. പാലൊഴിച്ചു അത് കടലാസ കഷ്ണങ്ങളായിട്ട് മാറും. പക്ഷേ അതീന്ദ്രിയമായി ഒന്നും തന്നെയില്ല. അത് ചില ട്രിക്കുകൾ മാത്രമാണ്. എന്താണ് ഈ മാജിക്? ഞാൻ നിങ്ങളെ ഒരു ചെറിയൊരു മാജിക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു മാജിക്. മാജിക്കിന് ചില മെത്തേഡുകളാണ് ഞാനിവിടെ കാണുന്നത്. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ട് ഒരു സെൽഫ് ഹാൻഡ്. ഞാനിത് ഈ കയ്യിലേക്ക് മാറ്റുന്നു. നിങ്ങൾക്ക് പഠിക്കാവുന്ന ശ്രദ്ധിക്കാവുന്നതാണ്. മാജിക്കുള്ള ടെക്നിക്ക് ഇതാണ്. എൻ്റെ കയ്യിൽ ഈ സെൽഫ് ഇടത് കയ്യിലുണ്ടാവും, വലത് കയ്യിലുണ്ടാവും. ഞാൻ ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വലത് കയ്യിലാണ്. എന്നാൽ ഇതിന് മിസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഹിയർ, ഇറ്റ് ഈസ് ഹിയർ. വൺസ് അഗൈൻ മാജിക്കിൽ വളരെ ആവശ്യമായ ഒന്നാണ് പ്രാക്ടീസ്. പ്രാക്ടീസ് വളരെ വളരെ അത്യാവശ്യമായ ഒന്നാണ് പ്രാക്ടീസ്. ഇപ്പോൾ ഞാൻ ഈ കയ്യിൽ നോക്കുന്നു, സ്വാഭാവികമായിട്ടും ഈ കയ്യിലെല്ലാം ഈ കയ്യിലായി ഇതിലാണ്. അതിന് ഞാൻ ഒരു മാജിക് പവർ ഉപയോഗിക്കുകയാണ്. ഈ മാജിക് പവർ ആവശ്യമാണ്. എന്നതും മാജിക് സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്? ശരിയായിട്ടുള്ള പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. തങ്കപ്പനോട് ചോദിച്ചു, എത്ര സമയം അദ്ദേഹം മ്യൂസിക്കിന് വേണ്ടി ചെലവഴിക്കുന്നതെന്ന് ചോദിക്കുക. ഒത്തിരി സമയം ഈ കലയ്ക്ക് വേണ്ടി നാം സമർപ്പിതമായി സമയം ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ മാജിക് അതിൻ്റെ തനതായ സത്തയിൽ രൂപം കൊള്ളുകയുള്ളൂ. ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ സെൽഫ് എൻ്റെ കയ്യിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഏത് കയ്യിലാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പറയുന്നത് ഈ കയ്യിലല്ല, ഇതിലാണ്. ഇവിടെ ഞാൻ ഒരു മാജിക് ഷോട്ട് ഉപയോഗിക്കുന്നു. മാജിക് മന്ത്രം അബ്രക്കടബ്ര എന്ന് പറയുമ്പോൾ ഈ കയ്യിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സിൽക്ക് ഈ കയ്യിലാണ്. പക്ഷേ ഈ കയ്യിലെ സിൽക്ക് ഒരു കോഴിമുട്ടയായിട്ട് മാറിയിരുന്നു. എങ്ങനെയാണ് ഈ കോഴിമുട്ട കയ്യിൽ വന്നത്? അത് ഞാൻ പറഞ്ഞത്. ഇത് ഒരു കോഴിമുട്ട എടുക്കുക, അതിൻ്റെ ഉള്ളിൽ വെള്ളയും മഞ്ഞയും എടുക്കുക, മാറ്റുക, ഒരു ഓംലെറ്റ് ആയിട്ട് വെക്കുക. ഈ ഹോളിൽ ഇതാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു മാജിക്കാണ്. കാർമിക് എന്ന് പറയുന്നത് ഇത് കയ്യിലെടുത്ത് വെച്ച് സ്വാഭാവികമായിട്ട് സാവധാനം ഇതിലേക്ക് മാറ്റണം. ആർക്കും ചെയ്യാവുന്ന ഒരു മാജിക്കാണ്. ഈ അകത്തുള്ള വെള്ളയും മഞ്ഞയും മാറ്റി അതിന് കെമിക്കൽ പുരട്ടി വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ അല്പം ഒരു മാജിക് ഷോട്ട് പിടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാജിക്കായിട്ട് മാറും. ഇനി നമ്മൾ ഈ കയ്യിൽ നിന്ന് ഈ കയ്യിലേക്ക് മാറ്റുക, മറ്റേ കയ്യിൽ നിന്ന് ഈ കയ്യിലേക്ക് മാറ്റുക. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കാണിക്കണം ഇത് കോഴിമുട്ടയാണെന്നുള്ളത്. യാതൊരു കാരണവശാലും ബാക്ക് വശം കാണിക്കാറില്ല. അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് ശരിയായിട്ടുള്ള മുട്ടയല്ലാന്ന്. അങ്ങനെ സംശയം വരികയാണെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഒരു ഗ്ലാസ് എടുക്കുക, കോഴിമുട്ട എടുക്കുക, പൊട്ടിക്കുക, കോഴിമുട്ടയാക്കി മാറിയിരിക്കുക. അങ്ങനെ കോഴിമുട്ടയാക്കി മാറി. ഇതിൽ ഒരു രഹസ്യമുണ്ട്, ശരിയായിട്ടുള്ള ഒരു രഹസ്യം. ആ രഹസ്യമാണ് മാജിക്കിലുള്ള രഹസ്യമായിട്ട് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു മാതൃകൻ അദ്ദേഹം മാജിക്
പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹം ഒരു ഡെക്ക് ഓഫ് കാർഡിൽ നിന്ന് 6 കാർഡുകൾ എടുത്ത് എണ്ണി 1 2 3 4 5 and 6 ഒരിക്കൽ കൂടി അദ്ദേഹം എണ്ണി 1 2 3 4 5 and 6 അദ്ദേഹം എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് 1 2 and 3 6 കാർഡിൽ നിന്ന് 3 കാർഡുകൾ മാറ്റി 6 minus 3 3 but he counted 1 2 3 4 5 and 6 എനിക്കറിഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം കൗണ്ട് ചെയ്ത് 1 2 3 4 5 and 6 വീണ്ടും അദ്ദേഹം 3 കാർഡുകൾ തന്നു 1 2 and 3 again he counted 1 2 3 4 5 and 6 I didn't understand how he did it. Once again he did 1 2 3 again he counted 1 2 3 4 and 5 I don't know how he did 1 2 3 4 5 and 6 I asked him, can you give me, let me have that card. He gave me the card. I don't like it. 1 2 and 3 and I counted the balance 1